നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഒരുപാട് വിഷയങ്ങളുണ്ട്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഒരു IRS ഉദ്യോഗസ്ഥനാണ്, ഇന്ത്യൻ റവന്യൂ സർവീസിൽ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതമാണ്. ഒരു സാധാരണ പാർട്ടിയായിട്ട് തുടങ്ങി, ഒരു സാധാരണക്കാരൻ്റെ പാർട്ടിയായിട്ട് മേ ഹൂം ആം ആദ്മി, ഞാൻ സാധാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി 2 സംസ്ഥാനങ്ങളിലെ ഭരണം നേടി നിൽക്കുന്നു. ഡൽഹിയിൽ നേരത്തെ തന്നെ നേടിക്കഴിഞ്ഞു, അതിനുശേഷം പഞ്ചാബിലും നേടിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സ്റ്റാർ രാഷ്ട്രീയക്കാരൻ തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കഴിവിലും പ്രാപ്തിയിലുമൊന്നും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കൊപ്പം ഇന്ത്യയിലെ പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടികൾക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ചിലരൊക്കെ ഭയക്കുന്നില്ലേ എന്ന സംശയം നേരത്തെ തന്നെയുണ്ട്. ഒരു സ്റ്റാർ പ്രചാരകനായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം കടന്നു വന്നാൽ അത് BJPക്കോ അല്ലെങ്കിൽ മറ്റ് BJP ഘടകകക്ഷികൾക്കോ ഒക്കെ തിരിച്ചടിയാകുമോ എന്നുള്ള സംശയം നേരത്തെ തന്നെയുണ്ട്. അതുകൊണ്ടായിരിക്കുമോ ഈ അറസ്റ്റ്? അതെ, എനിക്ക് തോന്നുന്നു കോമണർ ആയിട്ട് വരുന്ന ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ ആദ്യം മുതലേ നമുക്കറിയാം, കെജ്രിവാൾ എന്ന് പറയുമ്പോൾ രൂപത്തിലൂടെ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധ ആകർഷിക്കുന്നത് അദ്ദേഹത്തിന് സാധാരണ രൂപത്തിലുള്ള വരവും, പിന്നെ അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങൾ ഇടപെടലും, മറ്റേ സാധാരണ ഒരു എന്താ പറയാനാണ്, സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ നടത്തി വരുന്ന ചില ഗിമ്മിക്സ് ഒന്നും ഇല്ലാതെയുള്ള ഒരു പ്രവർത്തനം എല്ലാം കൊണ്ടാണ് ജനശ്രദ്ധേയനാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്റ്റാർഡം കൊടുത്തതും. മാത്രമല്ല പ്രവർത്തനങ്ങളെല്ലാം അത്രയും കുറച്ചുകൂടെ നല്ലതായിരുന്നു. അതിനകത്ത് നിന്നും രാഷ്ട്രീയ ഇടപെടൽ നമുക്കറിയാം ഓരോ താല്പര്യത്തിന് വേണ്ടി ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു കേസ് എന്തിനാണ് ഇത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് തന്നെ ഇത് വീണ്ടും കുത്തിപ്പൊങ്ങി വന്നതും, അതുപോലെ തന്നെ ഈ നമുക്ക് ഈ ഒരു എന്താ പറയാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും EDയുടെ അടക്കമുള്ള അവരുടെയൊക്കെ ഒരു ഇടപെടലൊക്കെ വരുത്തിക്കൊണ്ട് വന്നതിന് ഒരു പ്രശ്നമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് രണ്ട് വശത്തു നിന്നും ചിന്തിക്കണം ഈ കാര്യത്തിൽ. ഇപ്പോൾ വളരെ ധൃതി പിടിച്ച് ഇദ്ദേഹത്തെ 9 പ്രാവശ്യം ഇദ്ദേഹത്തിന് സമൻസ് അയച്ചു ഹാജരാകാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് 9 പ്രാവശ്യവും ഇദ്ദേഹം ഹാജരായില്ല. അത് ED പറയുന്ന ഒരു ന്യായമാണ്, ശരിയുമാണ്. അപ്പോൾ 9 പ്രാവശ്യം സമൻസ് അയച്ചിട്ടും ഹാജരായില്ല, ചോദ്യം ചെയ്യലിന് ഹാജരായില്ല, അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ED നൽകുന്ന ഒരു ന്യായം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ആം ആദ്മി പാർട്ടി. അപ്പം ഇന്ത്യ മുന്നണി, ആം ആദ്മി പാർട്ടിയൊക്കെ തന്നെ ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഈ ഒരു സമയത്ത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അത്രയും കാര്യമായി ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യകത ഈ കേസിലുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. രണ്ടും ന്യായമായി തന്നെ പറയാം. രണ്ട് ന്യായങ്ങളാണെങ്കിൽ കൂടി ഈ ഒരു വിഷയത്തിൽ ഡൽഹി മദ്യനയ അഴിമതി എന്ന് പറഞ്ഞ് സ്വകാര്യ കമ്പനികൾക്ക് മദ്യം വിൽക്കാനും അതിനുള്ള മറ്റ് ഏകോപനങ്ങളുടെയും അനുമതി കൊടുക്കുന്നതായിരുന്നു. തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ അത് പിൻവലിച്ചു, പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന്. അതിൽ 100 കോടി രൂപയിലധികം അഴിമതി പ്രാഥമികമായി നടന്നു എന്നാണ് ED ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഈ കേസ് CBIയും അന്വേഷിച്ചിരുന്നു. CBIയും ഇതുപോലെ തന്നെയുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. അപ്പോൾ ഒരു അറസ്റ്റിൻ്റെ സാധ്യത നേരത്തെ തന്നെ ഉണ്ടായിട്ടും അത് ചെയ്യാതെ ഈ ഒരു സമയത്തേക്ക് അത് നീക്കിവെച്ചതാണോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ജനാധിപത്യ സംവിധാനത്തെ അങ്ങ് ഇല്ലാതാക്കി എന്നൊക്കെ ഇപ്പോൾ കോൺഗ്രസും മറ്റ് പാർട്ടികളും ഒക്കെ പറയുമ്പോൾ ആലോചിക്കുക, ഈ ഒരു കേസ് കൊടുത്തത് തന്നെ ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആണ് ഇതിന് മുൻകൈ എടുത്തത്. അതാണ് അതിലെ മറ്റൊരു രസകരമായ കാര്യം. അപ്പം ഇതിൻ്റെ 2 വശങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് ശരിക്കും ഇത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. അതുപോലെ തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കുറ്റാരോപിതയാണ്, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അവരുടെ മൊഴിയാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിനെ, അതും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനും മാത്രമുള്ള എന്ത് കലുഷിതമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് സംശയം. അതെ, പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഈ ഒരു സമയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഈ ഒരു സമയത്തിനാണ് നമ്മളെല്ലാ വിഷയം, കാരണം ഇപ്പോൾ തന്നെ മോദി സർക്കാർ ചെയ്തു വന്ന ഇപ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഈ ഇലക്ഷനോട് അടുത്താണ് ഓരോ കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രമായാലും CA ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ പ്രതികാര നടപടികളാണെന്ന് അവർ പറയുമെങ്കിൽ പോലും, പ്രതിപക്ഷ പാർട്ടികൾ പറയുമ്പോൾ നമുക്ക് അതിന് തെറ്റ് ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അവർ പറയുന്നത് സ്വാഭാവികമായിട്ടത് പറയുന്ന കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം ഈ ഒരു സമയത്ത് തന്നെ എന്ത് പറയാനാണ്, ഈ അക്കമിട്ട കണക്ക് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സിലും തോന്നുന്ന ഒരു കാര്യമാണ്, ഇതുവരെ ഇല്ലാത്ത ഒരു പുകിലാണ്. കാരണം എനിക്കൊന്ന് മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുക ആദ്യമായിട്ട് ഒരു അറസ്റ്റ് വരിക്കുന്ന ഒരാൾ കൂടിയാണ് കെജ്രിവാൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അതിനൊരു പ്രാധാന്യമാണ്. കാരണം ഇതുവരെ ചരിത്രത്തിൽ ഇടാത്ത ഒരു സാധനം ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ അറസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടൊന്നും ആരും വിചാരിച്ചില്ല. പെട്ടെന്ന് ഒരു സമയത്താണ് അറസ്റ്റൊക്കെ വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് EDയുടെ നീക്കമൊക്കെ. നേരത്തെ ചിദംബരത്തിനെതിരെ വന്നപ്പോഴും ഇതുപോലെയൊക്കെ ഒരു അപ്രതീക്ഷിത നീക്കമൊക്കെ ആയിരുന്നു. അതെ, ഈ അപ്രതീക്ഷിത നീക്കങ്ങൾ, ഇത് പ്രതികാര നടപടി അല്ലെങ്കിൽ കൂടി ഇതൊരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണ്, അല്ലെങ്കിൽ നേരത്തെ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കിന്റെ ഭാഗമായിട്ടാണ് എന്ന് വിലയിരുത്തുന്നുമുണ്ട്.
സത്യം പറഞ്ഞാൽ BJPക്കോ അല്ലെങ്കിൽ NDA സർക്കാരിനോ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇത്തരത്തിൽ ഇതിപ്പോൾ ED ഉപയോഗിച്ചുകൊണ്ട് ED ചട്ടുകമായിട്ടല്ല ഉപയോഗിക്കുന്നത്, അന്വേഷണങ്ങൾ തുടരും എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുന്നു, ഇതിൽ രാഷ്ട്രീയം നോക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അംഗീകരിച്ചു. എന്നാൽ പോലും ഇത് പെട്ടെന്നൊരു സംഭവ വികാസം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത് വന്നതോടുകൂടി ED ചട്ടുകമാക്കി മാറ്റുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ആരോപണം ശക്തമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇവിടെ മോഡി സർക്കാരിന്റെ പ്രത്യേകിച്ച് ഒരു ആത്മവിശ്വാസ കുറവിന്റെ ഒന്നും കാര്യമില്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ എല്ലാവർക്കും ഒരു അവർ കൊണ്ടുവന്ന ഒരു ട്രാക്ക് തന്നെ നമുക്ക് മനസ്സിലായി. BJP അദ്ദേഹം പറയുന്നുണ്ട് 400-ലധികം സീറ്റ് ചിലപ്പോൾ നേടുമെന്ന് പറയുമെങ്കിൽ പോലും നമുക്ക് തന്നെ ഏകദേശം ഒരു ധാരണയുണ്ട്. കാരണം ഇവിടെയുള്ളവർക്കറിയാം പ്രതിപക്ഷം എത്രത്തോളം വീക്കാണ്, ഇന്ത്യ മുന്നണി വന്നാൽ പോലും അത്രത്തോളം അവർ എഫക്റ്റീവ് ആവും. അതുപോലെ തന്നെ വന്നിരിക്കുന്ന സർവേ ഫലങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും അതൊക്കെ അനുകൂലം വെച്ചിട്ട് BJPക്ക് അനുകൂലമാണ് കാര്യങ്ങൾ. എന്നിട്ടും ഇവരുടെ ഒരു ലക്ഷ്യം ഈ 400+ എത്തുക എന്നുള്ള ലക്ഷ്യം, അതുപോലെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ സമ്പൂർണ്ണമായിട്ടും തച്ചുടയ്ക്കുക അല്ലെങ്കിൽ എതിരാളികളെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നൊരു രീതിയിലേക്ക് മാറുന്നതിന്റെ ഒരു നടപടി കൂടിയായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. അതങ്ങനെ പറയുന്നതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിപ്പം ഞാനൊരു തന്ത്രം, എൻ്റെ ഒരു പാർട്ടിയുണ്ട്, തന്ത്രം രൂപീകരിക്കുന്നത് ഞാനും എൻ്റെ പാർട്ടിയുടെ ഒരു സംഘം ആളുകളും ചേർന്നാണ്. അത് എന്താണ് സുതാര്യമായ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ മറ്റൊരു തരത്തിൽ നിയമപരമായി ബാധിക്കാത്ത എന്ത് തന്ത്രമായാലും നമുക്ക് പയറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ BJPയിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. BJPയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണത്. അതിനുവേണ്ടി അവർ തുടക്കത്തിലെ പ്രഖ്യാപിച്ചതാണ്, ഇന്ന പാർട്ടികളിൽ നിന്ന് ഇന്ന ആളുകളെ ഞങ്ങൾ കൊണ്ടുവരും. അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി ഓരോ സംസ്ഥാനത്തും രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന ആളുകളുമായി സംവദിച്ച് കാര്യങ്ങൾ മറ്റു പാർട്ടികളിലെ അസ്വസ്ഥരായ ആൾക്കാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതുപോലെയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഒരു അറസ്റ്റിനെ കാണാൻ പറ്റില്ല. എന്നാൽ പോലും ആ കേസിന്റെ മെറിറ്റ് നോക്കുകയാണെങ്കിൽ ആ കേസിന്റെ മെറിറ്റ് ഒരു മദ്യനയ അഴിമതി, ഇപ്പോൾ ഒരു സർക്കാരിനൊരു നയം രൂപീകരിക്കാം, അത് ആ സർക്കാരിൻ്റെ അവകാശമാണ്. പക്ഷേ നയം രൂപീകരിച്ചോട്ടെ, സ്വകാര്യ കമ്പനികൾക്ക് അവിടുത്തെ ബാറുകളും അവിടുത്തെ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുത്തോട്ടെ. പക്ഷേ അതിനകത്ത് സ്വകാര്യ മദ്യ ലോബികളെ സഹായിക്കാനും വേണ്ടപ്പെട്ട മദ്യ കമ്പനി ഉടമസ്ഥന്മാരെ സഹായിക്കാനും വേണ്ടി അവർ തരുന്ന പണം അഴിമതി പണം വാങ്ങിയെന്നുള്ളതാണ് കേസ്. 100 കോടി എന്നുള്ളത് പ്രാഥമികമായിട്ട് പറയുന്നതാണ്. മാത്രമല്ല ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഡിസ്റ്റിലറി ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഇപ്പം മദ്യം എന്നുള്ളത് പോട്ടെ, എന്ത് സാധനവുമാകട്ടെ, ഒരു അഴിമതിയിലൂടെ ഒരു രാജ്യത്തിൻ്റെ ഖജനാവിന് നഷ്ടം വരുന്ന അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് നഷ്ടം വരുന്ന രീതിയിലുള്ള പ്രവൃത്തി നടത്തിക്കഴിഞ്ഞാൽ അത് നിയമപരമായി മുമ്പോട്ട് കൊണ്ടുപോകും. അതിന് ED ചട്ടുകമാക്കി എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം, നമ്മൾ പബ്ലിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ജനങ്ങൾക്ക് മനസ്സിലാണ്. കാരണം ഈ ഒരു സമയം, നേരത്തെ പറയുന്ന സന്ദർഭം അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു കാര്യം വന്നതുകൊണ്ടാണ് നമുക്കൊരു ഈ ഒരു വിശ്വാസ്യത പറയുന്നത്. ഒന്നാമതെ പ്രതിപക്ഷം നായ്ക്ക് 4000 വട്ടം പറയുന്നുണ്ട് ED വിശ്വസിച്ച് ചട്ടുകമാകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം CBI കൂട്ടിലടച്ച തത്താന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് വേറെ കാര്യം, സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിന് ഡേർട്ടി പൊളിറ്റിക്സ് എന്നാണ് എല്ലാവരും പറയാറുള്ളത്, പൊതുവെ പുറമല്ലോ. അപ്പൊ ഇത്തരം നമുക്കറിയാം കുറെ ഇത് കൂടെ ചേരുന്നതാണ് ഇന്ത്യയുടെ പൊളിറ്റിക്സ്. നമുക്ക് സാധാരണ എനിക്കൊന്ന് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ലോകത്തിലെ അതിന് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പൊ അതിനു വേണ്ടി കൈയടക്കാൻ വേണ്ടി ഇത്തരം കളികളിലൂടെ പോകുമ്പോൾ ഒരു പ്രശ്നം അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ആൾക്കാരുടെ ഒരു നമുക്കറിയാം BJP സർക്കാരിനോട് ഇപ്പം നമുക്ക് ഇവിടെ വരാൻ ഡിക്റ്റേറ്റർഷിപ്പ് വരികയാണ്. കാരണം പ്രതിപക്ഷം പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അവിടെയാണ് അധികാരം മൊത്തം കയ്യിലെടുത്ത് ഒരു ഏകാധിപത്യ രീതിയിൽ, അതായത് നമുക്കിപ്പോൾ അന്വേഷണ ഏജൻസികളൊക്കെ വഴങ്ങുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു സമയം, ആ ഒരു രീതിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പേടിച്ചേ മതിയാവുള്ളൂ. കാരണം നമുക്കറിയാം കോൺഗ്രസ് ഇല്ലാതായാലും ഇപ്പൊ, അല്ലെങ്കിൽ നേരത്തെ പറയുന്നുള്ളൂ, കോൺഗ്രസ് ഇല്ലാതായ ഇന്ത്യ ഇല്ലാതായാലും പോലെ. കാരണം കോൺഗ്രസിന് ഇന്ത്യയോളം ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരില്ലാതായാൽ തന്നെ ഒരു നമുക്ക് എതിരാളി വേണം. ഇപ്പൊ എത്രയോ വലിയ നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും BJP, അതുപോലെ അവരെ വലിയ നേതൃത്വം തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ എതിരാളി ഇല്ലെങ്കിൽ അവർ ഡിക്റ്റേറ്റർഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ സിനിമ പോലെ തന്നെ അവർ തന്നെ ആ ഒരു രീതിയിൽ സ്ഥാനമില്ലാതാകും. പൊതുജനങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയാം. പിന്നെ എല്ലാവരും പിന്നെ ഉപയോഗിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ എനിക്കൊന്ന് ഹിറ്റ്ലറും മറ്റേ അവരുമായിട്ടൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു ഏകാധിപത്യ രീതിയിലേക്ക് മാറുമോ, അത് മാറാൻ പാടില്ല എന്ന രീതിയിലോട്ടാണ് പറയുന്നത്. അതിനകത്ത് വേറെ കാര്യമുണ്ട് ശരത്തെ. ഇപ്പം കോൺഗ്രസ് ഇല്ലാതാകുമോ? ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ഏത് പാർട്ടി ആയാലും ഇല്ലാതാകണം എന്നൊന്നും നമ്മൾ ആരും ആഗ്രഹിക്കില്ല. പക്ഷെ നമ്മൾ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് മുക്ത ഭാരതമാണ്. പക്ഷെ അതിന് വേണ്ടത്, അതിന് മറ്റു രീതിയിലുള്ള ഒരു തന്ത്രങ്ങളാണ് വരേണ്ടത്. അതിനെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശക്തി കോൺഗ്രസിന് ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ കാരണവും അവരിലെ കുടുംബാധിപത്യ ആരോപണങ്ങളും അവരിലെ തന്നെ പ്രതിസന്ധികളും അവരിലെ തന്നെ പ്രശ്നങ്ങളും
ഒക്കെ കാരണം അവർക്ക് ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ, ഈ കോൺഗ്രസ് മുക്ത ഭാരതം ഞങ്ങൾ ലക്ഷ്യം അല്ലെങ്കിൽ ഞങ്ങളത് സാധിച്ചെടുക്കും എന്ന് BJP പറയുമ്പോൾ ഒരിക്കലും സാധിക്കില്ല, ഞങ്ങളിവിടെയുണ്ട് എന്ന് ശക്തിയായി ഉറക്കെ വിളിച്ചു പറയാൻ പലപ്പോഴും കോൺഗ്രസിന് കഴിയുന്നില്ല. അതൊരു രാഷ്ട്രീയമായ പരാജയമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാം. സത്യസന്ധമാണ്, എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരിക്കലും അവർക്ക് ഇതിനെ സെൽഫായിട്ട് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് എപ്പോഴും അവർ എല്ലാവരും ലയിക്കുന്നതും അല്ലെ കൂട്ടിച്ചേർക്കുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്ന എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഈ അരവിന്ദ് കെജ്രിവാൾ തന്നെ ഈ കോൺഗ്രസിനെ എന്തെല്ലാം തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? വിവിധ സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പല കാര്യങ്ങളിലും കോൺഗ്രസുമായിട്ട് ഇപ്പോൾ രമ്യതയിലെത്തി എന്നൊക്കെ പറയുന്നു, അവർ തമ്മിൽ സീറ്റ് ധാരണയുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനെ വിരട്ടി നിർത്തിയിരിക്കുകയാണ് എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടായി. കഴിഞ്ഞ ദിവസമുണ്ട്, ഇപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ മെറിറ്റൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ശരിയാണ്. അദ്ദേഹം വളരെ ശക്തനായി തന്നെ നിലകൊണ്ട വ്യക്തിയാണ്, രാഷ്ട്രീയത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. അറസ്റ്റും മറ്റു കാര്യങ്ങളും കുറച്ച് നേരത്തേക്ക് മാറ്റിവെച്ചാൽ, അപ്പം അദ്ദേഹത്തിന്റെ ആ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രാപ്തിയോടെ നടപ്പിലാക്കിയ വ്യക്തിയാണ്. പക്ഷേ കോൺഗ്രസ് പോലുള്ള ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി, ഇത്രയും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു പാർട്ടി, ആം ആദ്മി പാർട്ടി വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ, പഞ്ചാബിലും ഡൽഹിയിലും ഗുജറാത്തിലും അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ അവർക്ക് വേരുകളുള്ളൂ. അപ്പോൾ അതുപോലും ഇവരെ വിരട്ടി നിർത്തുമ്പോൾ ഓ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാകുന്നു. അതെന്തുകൊണ്ട്? കോൺഗ്രസിന്റെ ഇച്ഛാശക്തിക്ക് എവിടെയാണ് കുറവ് വന്നത്? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJP കോൺഗ്രസിൽ നിന്ന് ആളുകളെ എടുക്കും, കോൺഗ്രസ്സുകാർ തന്നെ BJPയിലേക്ക് ഓടിപ്പോകും, പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ അവിടെ ഉണ്ടാകും. അതായത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മൾ വിചാരിച്ചാലല്ലാതെ നമ്മളെ ഒരാൾക്ക് തോൽപ്പിക്കാനോ ചതിക്കാനോ പറ്റില്ല എന്ന് പറയുന്നത് പോലെ അവസ്ഥയിൽ കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമാക്കണം, നിലപാടുകൾ എടുക്കണം. ഇപ്പോൾ കോൺഗ്രസ് ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ ദുരവസ്ഥ, മരണം എന്നൊക്കെ രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഓർക്കണം, ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ആദ്യം ആരോപണം ഉയർത്തിയതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും കോൺഗ്രസ് ആണ്. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ കൂടെ പറയണം, കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖം ചർച്ചയായല്ലോ. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്, 2015 വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി ഉണ്ടായത്. എന്നിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്ക് വന്നപ്പോഴത്തേക്കും അവിടെ പോയി അവരുടെ ഒപ്പം ചേർന്ന് വിഴിഞ്ഞം തുറമുഖം വേണ്ട എന്ന് പറഞ്ഞു. ഇതൊക്കെ നിലപാടില്ലായ്മയാണ്. നിലപാടില്ലായ്മ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പകുതി പരാജയത്തിന് തുല്യമാണ്. ആണ്. അതിപ്പോ നമുക്കിപ്പോ കേരളത്തിൽ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ മോഡിയോളം പോകണ്ട, ഇവിടെ നടക്കുന്ന കാര്യം തന്നെ ഇവിടെ നമുക്കൊരു നേതൃസ്ഥാനത്ത് ഒരാളുണ്ട്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നമുക്കറിയാം അതിന്റെ ഒരു ഇതെല്ലാം ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്, അത് കണ്ടു പഠിച്ചാണ് ഇവിടെയും എത്തുന്നത് എന്നതിലോ മാത്രം. കാരണം നമ്മൾ ഈ ഒരു പ്രത്യേകത നമ്മൾ ഘോരഘോരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാത്യു നടനെയൊക്കെ അറസ്റ്റ് പ്രതികാരം നടത്തി, അതുപോലെ തന്നെ മാങ്കൂട്ടത്തിലൊക്കെ രാഷ്ട്രീയ ഈ ഒരു ഇതൊക്കെ ഏതോ ഒരു ഇത് താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസമില്ലാതായിരിക്കുകയാണ്. എങ്ങും പോകണ്ടല്ലോ, നമ്മുടെ എഡിറ്ററെ നമ്മുടെ ഓഫീസിൽ നമ്മുടെ സ്റ്റാഫിൽ നമ്മൾക്കെതിരെ നടത്തിയ മാധ്യമ വേട്ട, എത്ര ക്രൂരമായ വേട്ട, എത്ര കാലങ്ങളോളം എത്ര മാസങ്ങളോളം നമ്മളെല്ലാം നാലുപാടുന്നും വേട്ടയാടി. ഇതൊക്കെ പ്രതികാര നടപടിയാണ്, സത്യം വിളിച്ചു പറഞ്ഞതിലുള്ള, അല്ലെങ്കിൽ ഇവിടെ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞതിലുള്ള പ്രതികാര നടപടി എന്നോണം നമ്മളെ തന്നെ എത്രയേറെ ബുദ്ധിമുട്ടിച്ചു. അപ്പം ഈ പ്രതികാര നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ക്ലീശയായിട്ട് മാറിയിരിക്കുന്നു. ഈ അറസ്റ്റ് ഒരു പ്രതികാര നടപടിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഉന്നയിക്കേണ്ടത്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പ്രതികാര നടപടിയാണോ? അല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം പറയാം, നിയമപരമായിട്ടുള്ള കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം പറയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാലങ്ങളായി അന്വേഷിക്കുന്ന ഒരു കേസാണിത്, CBI അന്വേഷിച്ച ഒരു കേസാണ്. അതിന്റെ ആ കണ്ടെത്തലുകളൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു മദ്യനയ അഴിമതി, ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഖജനാവിന് നഷ്ടമില്ലെങ്കിൽ പിന്നെ പോട്ടെന്ന് വെക്കാം, അത് തീർച്ചയായിട്ടും കുറ്റകരമായ കാര്യം തന്നെയാണ്. പിന്നെ 9 പ്രാവശ്യം ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ ഹാജരാക്കാൻ സമൻസ് അയച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചില്ല. അത് ഒരു കേന്ദ്ര ഏജൻസിയെ ശക്തമായി തന്നെ അദ്ദേഹം എതിർത്തു എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുമായിട്ട് പല വിഷയങ്ങളിലും ഇദ്ദേഹം പ്രശ്നങ്ങളുണ്ടാക്കി. കേന്ദ്ര സർക്കാരിനെതിരെ പല വിഷയങ്ങളിലും പല ആരോപണങ്ങളും പല പ്രശ്നങ്ങളും ഉന്നയിച്ചു. അത് വേണമെങ്കിൽ ഈ നേരത്തെ പ്രതികാരത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാം. അങ്ങനെ വന്നാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്തെങ്കിലോ എന്നൊരു ധാരണ ചിലപ്പോൾ ആ സമയത്തുണ്ടായേക്കാം. അപ്പം കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒരു അറസ്റ്റ് നടത്താനും നടത്താതിരിക്കാനും ഒക്കെ കാരണങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ തന്നെ. അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് നടപടിയെടുക്കാം. ചില കോടതികൾ ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് അയാളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ പ്രമിസസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ ചോദ്യം ചെയ്യാൻ പറ്റില്ലേ? കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യമുണ്ടോ? തുടങ്ങിയ നിയമപരമായ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ലൂപ്പ് ഹോൾസും കൂടിയാണ് കാണിക്കുന്നത്. പലപ്പോഴും നമ്മൾ നിയമത്തെ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ അല്ല, ലൂപ്പ് ഹോളുകൾ ധാരാളം ഉണ്ട് ചേർത്തെ. അതായത് ആലോചിച്ച് നോക്കിയേ, ഒരു പുസ്തകം, നിയമപുസ്തകം പഠിച്ചിറങ്ങുന്ന 2 അധ്യാപകര്, ഒരേ പാഠ്യപദ്ധതിയാണ്, പക്ഷെ ഒരാൾ കൊന്നവന് വേണ്ടിയും ഒരാൾ മരിച്ചവന് വേണ്ടിയും ബാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു രസകരമായ കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ടോട്ടലി നോക്കുമ്പോൾ, ഈ ഒരു കാലം, ഈ ഒരു സമയം എല്ലാം നോക്കിയിട്ട് മാത്രമല്ല, ഇപ്പം
നമ്മൾ ഇപ്പൊ നമ്മൾ ഈ ഒരു സംഭവം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നിന്ന് ഇപ്പം സാധാരണ ജനങ്ങളിലേക്ക് വരുമ്പോൾ ഭയക്കുന്ന ഒരു കാര്യം അതുകൂടെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെ പോയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തും നടക്കും എന്നുള്ളൊരു തോന്നൽ. കാരണം നമ്മൾ വിശ്വസിക്കുന്ന, നമുക്കറിയാം ഇവിടുത്തെ ED ഇവിടെ വരുന്നു, അപ്പൊ നമ്മൾ ഒരുപാട് പ്രത്യാശകളൊക്കെ വെച്ചാണ് ഈ ഇന്ന കേസുകളൊക്കെ ED വരുന്നു, അവർ നേരിട്ടുള്ള ഇടപെടൽ കള്ളത്തനങ്ങളൊക്കെ പൊളിയും എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ഒരു വശത്ത് ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. മറുവശത്ത് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ ഒരു സമയത്ത് തന്നെ ഇത്തരം നടപടികൾ എടുക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് വീണ്ടും അവിടെ തന്നെ രണ്ട് നിലപാടായിട്ട് വന്നു പോകും. നമുക്ക് ഇവിടെ നമ്മൾ ED വിശ്വസിക്കുന്നു, അവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു വിശ്വാസ്യത പോകുന്നു. ഈ ഒരു സമയം സന്ദർഭം എല്ലാം കണക്കിലെടുത്ത് അത് തന്നെയാണ് ഒരു പ്രശ്നം. മാത്രമല്ല നമ്മളെ ജനങ്ങളിലേക്ക് വരുമ്പോൾ ഇത് നമ്മളെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും. നാളെ നമുക്ക് ഒരു സാധനം നമ്മളിപ്പോൾ അടിച്ചേൽപ്പിക്കുകയാണ്, ഇപ്പൊ ഇന്ന നിയമമാണ്, ഇപ്പം നമുക്കറിയാം എന്തെങ്കിലും ഒരു നിയമം പറഞ്ഞിട്ട് അത് നിങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷിയും കൂടെ വേണം, അതും കൂടെ കണക്കാക്കണ്ടേ. അപ്പൊ അതും കൂടെ നോക്കണം. അപ്പൊ ഇവരുടെ ഭാഗം കൂടെ നോക്കേണ്ടതുണ്ട്. മാത്രമല്ല ഒരു ഇലക്ഷൻ വരികയാണ്. അപ്പം തങ്ങളുടെ എതിരാളി, നമ്മൾ പറയാറുണ്ട് ഇപ്പം ശക്തരൊരിക്കലും എതിരാളികളുടെ ഇപ്പം നിസാരക്കാരെ അവരെ എതിരാളിയെ കൂട്ടാറില്ല. മോദി തന്നെ പറയുന്നുണ്ട് പലപ്പോഴും കെജ്രിവാൾ തനിക്കൊത്ത എതിരാളി അല്ല, അതുമല്ല അയാളുടെ പേര് പോലും ചേർക്കണമെന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ടും സെന്റിമെന്റ്സിലൂടെ അദ്ദേഹത്തിന് അത് നേട്ടമായി മാറുകയല്ലേ ഉള്ളൂ. അതും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, അദ്ദേഹം ചെയ്ത ജോലി, അദ്ദേഹത്തിൻ്റെ ചില കൂർമ്മ ബൗദ്ധിക നിലപാടുകൾ, എപ്പോഴും വളരെ ചിന്തിച്ച് മാത്രം നിലപാടുകൾ എടുക്കുന്നു. ചിലപ്പോൾ ഒരു മണ്ടനെ പോലെ ചിലപ്പോൾ പെരുമാറുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ നമ്പറുകളായിരിക്കാം. ചിലപ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് സ്ലിപ്പർ ഇട്ടുകൊണ്ട് നടക്കുന്നു, കീറിയ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നു, അതുപോലെ എന്താണ് കഴുത്തിലൊരു ഷോൾ ചുറ്റുന്നു. ഇതൊക്കെ ഒരുപാട് വിമർശന വിധേയമായിട്ടുണ്ട്, ട്രോളുകളും വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് അരവിന്ദ് കെജ്രിവാൾ മാറി എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ എന്നുള്ള ഒരു ചിന്തയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം BJP സർക്കാർ അവർ നോക്കുമ്പോൾ അവർ ഏറ്റവും ശക്തരെ പിന്തള്ളി മൂന്നാമതുള്ളവരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ന്യൂട്രൽ ആകുന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം. ചിലപ്പോൾ കോൺഗ്രസ് ആയിരുന്നു അവരുടെ പ്രധാന എതിരാളി. ഇപ്പം അവരുമല്ല, അതിൽ നിന്ന് നേരെ കെജ്രിവാളിലേക്ക് ഒതുങ്ങുകയാണ്. മറ്റേ നമുക്കറിയാം ഇന്ത്യ മൊത്തം ഡൽഹിയിലേക്ക് ഒതുങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് മൊത്തം ആ ഒരു ഇലക്ഷൻ ടൈമിൽ മൊത്തം ഒരു കെജ്രിവാൾ ഒരു ഗ്ലാമർ താരമായി അങ്ങനെ മാറുകയും മാത്രം ഇന്ത്യൻ രാഷ്ട്രീയം മൊത്തം ചർച്ച ചെയ്തത് ഡൽഹി പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ ഇനി വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു തന്ത്രം തന്നെയാണ് മോദിയുടെ അടക്കം. കാരണം ഇനി കോൺഗ്രസ് രഹിതമാക്കിയിട്ട് അവിടെ ഈ ഒരു സ്ഥാനം ഇവർക്ക് കൊടുത്ത് അവരെ നിഷ്പ്രഭമാക്കുക, അതായിരിക്കും അതിന്റെ ഒരു കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കൽ കോൺഗ്രസിന് പകരമായി ആം ആദ്മി പാർട്ടിക്ക് എത്താൻ പറ്റും എന്ന് തോന്നുന്നില്ല. എന്നാൽ പോലും ഒരു വലിയ സ്വാധീന ശക്തിയായി മാറാനായിട്ട് തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാളിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കഴിയും. അപ്പം അതുകൊണ്ടാണ് ഈ അറസ്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ഈ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകും എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് BJPക്ക് മുതൽക്കൂട്ടാകുമോ, അല്ലെങ്കിൽ NDAക്ക് മുതൽക്കൂട്ടാകുമോ, അതോ തിരിച്ചടിയാകുമോ എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ശരത്തിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇത്? ഈ ഒരു അറസ്റ്റോടുകൂടി അത് ന്യായമോ അന്യായമോ ആകട്ടെ, ഇത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട്, തിരിച്ചടിയാകാനുള്ള സാധ്യത? ബുദ്ധിമുട്ടാകില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ എപ്പോഴും BJPക്ക് അവരുടേതായ ഒരു ശക്തിയുണ്ട്. അവർക്കൊരിക്കലും അത് നഷ്ടപ്പെടാൻ പോകുന്നില്ല. മാത്രമല്ല ഇത് അവർക്കത് നേട്ടമായി മാറുകയും ചെയ്യും. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ അവസാനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ CAA കുറിച്ച് പറഞ്ഞു, കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അയോധ്യ വന്നപ്പോഴും കേരളത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതുപോലെ അല്ലല്ലോ അവിടെ അവർക്ക് വോട്ടായി മാറുകയാണ്. അതുപോലെ തന്നെയാണ് മോദി ഇപ്പൊ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മോദി അമിത്ഷാ അല്ലെങ്കിൽ BJP സഖ്യം എന്ത് ചെയ്യുന്നു, അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ശക്തികൾ, കാരണം ഇതൊരു എന്താ പറയുക ഒരു വീരപരിവേഷം പോലെയാണ് അവർക്കിത് കാണാൻ പോകുന്നത്. ഈ ഒരു സംഭവം, അതായത് അവർക്ക് വീരപട്ടം ചാർത്തി കൊടുക്കുന്നതിന് തുല്യം ആ രീതിയിലായിരിക്കും അവർക്ക് മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് നേട്ടമായിട്ട് തന്നെ മാറും. മാത്രമല്ല കേരളം പോലെ ചിന്തിക്കുന്ന ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനത്തെ സംസ്ഥാനങ്ങൾ ആം ആദ്മി ഉണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് നേട്ടം, ആം ആദ്മിക്ക് അടക്കുന്നത് നേട്ടമായി മാറിയാണ്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ശരത്ത് പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു ചെറിയ മ്ലാനത ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഡൽഹി എന്ന് പറയുന്നത്, ഞാൻ ഡൽഹിയിലെ കാര്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ തവണ 7 സീറ്റും BJP ആണ് നേടിയത്. 7 ലോക്സഭാ സീറ്റാണ് ഡൽഹിയിലുള്ളത്, 7ലും BJP ആണ് വിജയിച്ചത്. അപ്പം ഈ 7 സീറ്റിൽ പലയിടങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു അർബൻ ഏരിയ ഉണ്ട്, ഒരു നഗര ഭൂമിയുണ്ട്, ഒപ്പം തന്നെ ഇത്തിരി ഉൾവലിഞ്ഞ ഭൂമിയുമുണ്ട്, അല്പം ചേരി പ്രദേശങ്ങളുമൊക്കെയുണ്ട്.
അപ്പം ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏതാണ്ട് ഒരു 40-50%, അതായത് പകുതിയോളം പിന്തുണ ലഭിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ ഡൽഹിയിലുണ്ട്. ഒരു നിരീക്ഷണമാണ്. അപ്പം അത് തീർച്ചയായിട്ടും ചെറിയ തോതിലെങ്കിലും ഒരു തിരിച്ചടി BJPക്കോ അല്ലെങ്കിൽ NDAക്കോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബാക്കി നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാലികമായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ ഒരു അറസ്റ്റോട് കൂടി BJPക്ക് ഒരു ചെറിയ മങ്ങൽ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ 7 സീറ്റുണ്ട്. 7 സീറ്റ് എന്ന് പറഞ്ഞാൽ കുറവല്ല. അപ്പം 7 സീറ്റ് ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ ശരത്ത് പറഞ്ഞതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ തന്നെ വലിയ ബെൽറ്റാണ്. ഉത്തർപ്രദേശിൽ ഇത്തവണ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നറിയുന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും അല്പം സീറ്റ് കുറയാനുള്ള സാധ്യതയൊക്കെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. എന്നാൽ പോലും ഡൽഹിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇത് ചെറിയ തോതിൽ BJPക്ക് ഒരു കുഞ്ഞു തിരിച്ചടി, വലുതല്ല, ഒരു ചെറിയ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അറസ്റ്റിൻ്റെ മറ്റ് നടപടികളുമൊക്കെ അതിൻ്റെ വഴിക്ക് നീങ്ങും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോഴും, അല്ലെങ്കിൽ 2014 മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ നമുക്ക് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും, നിയമസംവിധാനത്തിൻ്റെ വഴിക്ക് നീങ്ങും എന്ന് പറയുമ്പോഴും ഇതിനകത്തൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്, ഉള്ളിലിരിക്കുന്ന ഒരു കുരുവായിരിക്കുന്ന രാഷ്ട്രീയമുണ്ട് എന്ന ധാരണ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ, ഡൽഹിയിൽ ഇതുപോലെ തന്നെ പറയുന്ന അനുസരിച്ച് എനിക്ക് തോന്നുന്നു അവിടുത്തെ യുവാക്കളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ നമുക്ക് പറയാം കേരളത്തിന് സമാനം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരുവിധം ആൾക്കാരെല്ലാം തന്നെ ആം ആദ്മിക്ക് ചിലപ്പോൾ അതൊരു അനുകൂലമായിട്ട് മാറും. കാരണം അവിടെ വരുന്നത് ഇപ്പം ആശയങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇതൊക്കെ തന്നെ നേരത്തെ പറയുന്ന കേരളത്തിന് സമാനമായി തന്നെ ഇവിടെ വരുത്തിയ കുറച്ച് മാറ്റങ്ങൾ അതെല്ലാം തന്നെ ചിലപ്പോൾ BJPക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ്. നമുക്കേതായാലും രാഷ്ട്രീയ ചർച്ചകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അതിനിടയിലൂടെ ഇത്തരം ചില ഉപചർച്ചകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില സംഭവവികാസങ്ങളും കടന്നു വരുന്നു. ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക്, തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ഇനിയും നമ്മുടെ ലൂസ് ടോക്കിൻ്റെ ഈ വേദി തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ വീണ്ടും കാണാം. നമസ്കാരം.